ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്തോ ചോദിച്ചേക്കുന്നത്, ഈ ഗ്രാഫ് ഒരു ഓയിലറിയൻ ആണോ? ഓയിലറിയൻ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഓയിലറിയൻ ടൂർ പോകണം. ഓക്കെ, അപ്പോൾ ഇത് ഓയിലറിയൻ ആണോ ഇല്ലയോ നോക്കാം. ഓയിലർ ആണോ ഇല്ലയോ നോക്കാം. എന്തോ ചെയ്താൽ മതി, ഒരു വെർട്ടെക്സ് എടുക്കുമ്പോൾ അതിന് ഈവൻ ഡിഗ്രി ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ. അതിലെ നമ്മൾ നേരത്തെ പഠിച്ച പ്രൂഫ്, ആ പ്രൂഫ് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അതായത് ഒരു വെർട്ടെക്സ് എടുക്കുമ്പോൾ അതിന് ഈവൻ ഡിഗ്രി ആണെങ്കിൽ അതിനെ നമുക്ക് ഓയിലറിയൻ ആണെന്ന് പറയാമല്ലേ. ഇപ്പോൾ V1 എടുക്കുക. V1ൻ്റെ ഡിഗ്രി എത്ര ആണ്? 2 അല്ലേ. V2ൻ്റെയോ 4, V3യുടെയോ 1 2 3 4, V4ൻ്റെ 2, പിന്നെ എന്താ V5ൻ്റെ 1 2 3 4, V6ൻ്റെ 2, V7ൻ്റെ 1 2 3 4. ഓക്കെ, V8ൻ്റെയോ അതും 2 ആയിരുന്നല്ലേ. അപ്പോൾ ഈ എല്ലാ വേർട്ടീസസിനും എന്താ കിട്ടിയത്? ഈവൻ ഡിഗ്രി അല്ലേ കിട്ടിയത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വെർട്ടെക്സ് ഓട് ഡിഗ്രി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് പറയാം ഇതൊരു ഓയിലർ ഗ്രാഫ് അല്ലെന്ന്. ഇപ്പോൾ ഇതൊരു ഓയിലർ ഗ്രാഫ് അല്ല എങ്കിൽ അവിടെ വെച്ചത് നിർത്താം. ഇതിപ്പോൾ നമുക്കൊരു ഓയിലറിയൻ ഗ്രാഫാണെന്ന് കിട്ടിയല്ലേ, എല്ലാ വെർട്ടെക്സിലും ഈവൻ ഡിഗ്രി കിട്ടി. അപ്പോൾ ഇതൊരു ഓയിലറിയൻ ഗ്രാഫാണെന്ന് മനസ്സിലായി. ഓയിലറിയൻ ഗ്രാഫ് ആണെങ്കിൽ മാത്രം ഓയിലർ ടൂർ നോക്കാൻ പോയാൽ മതി. ഇപ്പോൾ ഓയിലർ അല്ലായിരുന്നെങ്കിലോ ഈ ഒരു പാർട്ടിനെ കുറിച്ച് പിന്നെ ചിന്തിക്കേ വേണ്ട. ഇപ്പോൾ ഓയിലറാണെന്ന് കിട്ടി, അപ്പോൾ നമ്മൾ ഇനി ഓയിലർ ടൂർ കണ്ടുപിടിക്കണം. എഴുതുവാ ഞാൻ. വി നോ ദാറ്റ് എ ഗ്രാഫ് ഈസ് ഓയിലർ if and only if all vertices are of even degree, therefore Eulerian graph. ഓക്കെ, അപ്പോൾ എല്ലാ ഡിഗ്രി ഈവൻ ആയിട്ട് ഓയിലറിയൻ ഗ്രാഫ് എന്ന് ഇനി ഞാനിതിൻ്റെ ഓയിലറിയൻ ടൂർ കണ്ടെത്താൻ പോവാം. അപ്പോൾ എനിക്ക് എല്ലാ വേർട്ടിസസിലൂടെയും പോകണം. പോയ വഴി തിരിച്ചു വരാൻ പാടില്ല. എവിടാണോ തുടങ്ങിയത് അവിടെ തന്നെ തിരിച്ചെത്തണം അല്ലേ. അപ്പം ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുക. V1ൽ ഞാൻ E1 വഴി V2ൽ പോയി. V2 ഞാൻ ഇനി E2 വഴി V3ൽ വന്നു. ഓക്കെ, എവിടെയെങ്കിലും റിപ്പീറ്റ് ആവണമെന്ന് നിങ്ങൾ നോക്കിക്കോണേ. ഇപ്പം ഞാൻ V3ൽ വന്നു. ഇനി ഞാൻ V3 E4 വഴി V4ൽ പോയി. ഇനി അവിടെ നിന്ന് ഞാൻ V5 വഴി V2ൽ പോയി. ഓക്കെ, എഡ്ജസ് ഒന്നും റിപ്പീറ്റ് ആയിട്ടില്ലേ. ഓക്കെ, ഇനി ഞാൻ ഈ V2 E6 വഴി പോവുക. E6 വഴി താണ്ടേ ഈ V5ലോട്ട് പോയല്ലേ. ഇനി ഈ V5ൽ ഞാൻ E7 താണ്ടേ E7 വഴി V8ൽ വന്നു. V8ൽ ഞാൻ E8 വഴി V7ൽ വന്നു. V7ൽ ഞാൻ E9 വഴി V5ൽ വന്നു. V5ൽ ഞാൻ E10 വഴി ഏതാണ്ട് V6ലെത്തി. V6ൽ E11 വഴി V7ലെത്തി. V7ൽ ഞാൻ ഇനി ഏതാണ്ട് E12 വഴി V3ൽ വന്നു. ഇനി ഈ V3 E3 വഴി V1 പോയാൽ മതി. എനിക്ക് വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. എഡ്ജസ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതേപോലെ പോയ വഴി തിരിച്ചു പോകാൻ പാടില്ല. പിന്നെ ഞാൻ തിരിച്ച് എവിടെയാണോ സ്റ്റാർട്ട്, ഞാൻ V1ൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ V1ൽ തിരിച്ചെത്തുകയും ചെയ്തു. ഇനി ഞാൻ ഈ ഓയിലർ ടൂർ എഴുതാൻ പോവാം. എന്തു പറഞ്ഞത്? V1ൽ E1 വഴി V2 വന്നു. V1ൽ E1 വഴി V2 വന്നു. V2 E2 വഴി V3 വന്നു. V3 E4 വഴി V4, E4 വഴി V4 എത്തി ഇല്ലേ. V4 E5 വഴി V2, E5 വഴി V2 പിന്നെ ഞാൻ E6 പോയി. E6 ഞാൻ V5 എത്തി. V5 ഞാൻ E7 വഴി E8 വരെ. V5 E7 വഴി ഞാൻ V8 വന്നു. V8 E8 പോയി. E8 V7 വഴി ഞാൻ E9 പോയി. E9 ഞാൻ V5 വഴി E10 വരിക. E9 V5 വഴി ഞാൻ E10 വന്നു. അവിടുന്ന് ഞാൻ V6ലെത്തി. V6 E11 വഴി V7, V6 E11 വഴി V7 എത്തി. ഇനി V7 E12ലോട്ട്. V7 E12 പോയി അല്ലേ. ഇനി E12 V3 പോയി. V3 ഞാൻ E3 വഴി V1ലെത്തി അല്ലേ. നോക്കിക്കേ, ഏതെങ്കിലും എഡ്ജ് റിപ്പീറ്റ് ആവുന്നുണ്ടോ? E1 E2 E4 E5 E6 E7 E8 E9 E10 E11 E12 E3.
എല്ലാ എഡ്ജസും നോക്കി ഒറ്റ പ്രാവശ്യമല്ലേ വന്നിട്ടുള്ളൂ. മൊത്തം 12 എഡ്ജസ് ഉണ്ടായിരുന്നു. ഈ 12 എഡ്ജസ് ഞാൻ കവർ ചെയ്തു. വെർട്ടെക്സ് റിപ്പീറ്റ് ചെയ്ത ഇവിടെ V1 സ്റ്റാർട്ട് ചെയ്തു, V1 തന്നെ ഞാൻ വന്ന് നിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇതെന്താണ്, ഒരു ഓയിലറിൻ ടൂറും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതൊരു ഓയിലറിൻ ഗ്രാഫാണ്. അപ്പോൾ അതിനൊരു ഓയിലറിൻ ടൂറും കാണും. അപ്പോൾ ഈ ഓയിലറിൻ ടൂർ ഇതേപോലെ കണ്ടുപിടിച്ചിട്ട് എഴുതിയാൽ മതി. ഈ ഒരു ഗ്രാഫ് നോക്കിക്കേ, ഇതൊരു ഓയിലറിനാണോ അല്ലയോ എന്ന് പറയണേ. ഞാൻ കൊടുക്കാം. ഇത് V1, ഇതെൻ്റെ V2, ഇതെൻ്റെ V3, ഇത് V4, ഇത് V5, ഇത് E1, ഇത് E2, ഇത് E3, ഇത് E4, ഇത് E5, ഇത് E6. ഇവിടുത്തെ ഡിഗ്രി എത്ര? 1 2 3 4 അല്ലേ? ഇവിടുത്തെയോ 2 ആണ്. ഈ V2 നോക്കിക്കേ, സത്യം പറഞ്ഞാൽ ഇത് മാത്രം നോക്കിയാൽ മതി. നോക്കിക്കേ V2ൻ്റെ ഡിഗ്രി എത്ര? 1 2 3 വന്നു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി ഇതൊരു ഓയിലർ അല്ലെന്ന്. പിന്നെ ഓയിലർ ടൂർ നോക്കാൻ പോകണോ? വേണ്ട. അപ്പോൾ ഡിഗ്രി ഓഫ് V2 എന്താണ്? 3 ആണ്. പിന്നെ എവിടെയാണ് പോയത്? ഈ V5 നോക്കിക്കേ, ലൂപ്പ് വരുമ്പോൾ 2 ആണ് ഡിഗ്രി അല്ലേ? പിന്നെ ഈ ഒരു എഡ്ജ് ഉണ്ട്. അപ്പോൾ മൊത്തം ഡിഗ്രി 3. അപ്പോൾ ഡിഗ്രി ഓഫ് V5 എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അതുകൊണ്ട് ഇതൊരു ഓയിലറിൻ ഗ്രാഫ് അല്ല. അടുത്തൊരു തിയറം നോക്കിക്കേ. ഫോർ വിച്ച് വാല്യൂ ഓഫ് MN ദ കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ് KMN ആർ ഓയിലർ ഗ്രാഫ്? ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഒരു കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്തുമായിരുന്നു? ബൈപാർട്ടൈറ്റ് എന്തുമായിരുന്നു? എനിക്ക് V1 എന്ന് പറയുന്ന ഒരു സെറ്റുണ്ട്, V2 എന്ന് പറയുന്ന സെറ്റുണ്ട്. V1 നിന്ന് V2ലേക്ക് എനിക്കൊരു റിലേഷൻ പറയാം. V1 നിന്ന് V1ലോട്ട് എനിക്ക് റിലേഷൻ പറയാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ് ആകുമ്പം ഇപ്പോൾ V1ൽ 2 എലമെൻറ്റ്സ് ഉണ്ട്, V2ൽ 3 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ V1ലുള്ള എല്ലാ എലമെൻറ്റ്സിനും V2ലുള്ള എലമെൻറ്റ്സായിട്ട് ഒരു റിലേഷൻ കാണണം. A ആണ്, ഇത് B ആണ്, ഇത് C D E ആണെന്ന് വെച്ചാൽ അപ്പോൾ Aക്ക് C ആയിട്ടും Aക്ക് D ആയിട്ട് Aക്ക് E ആയിട്ട് റിലേഷൻ കാണണം. അതേപോലെ Bക്ക് C ആയിട്ട് Bക്ക് D ആയിട്ട് Bക്ക് E ആയിട്ട് റിലേഷൻ കാണണം. 2 സെറ്റിൽ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഒരു സെറ്റിലെ എലമെൻറ്റ് മറ്റേ സെറ്റിലെ എല്ലാ എലമെൻറ്റുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ ഒരു ഗ്രാഫ് എടുക്കുക. ഇതെൻ്റെ V1 എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെൻ്റ് ആണെന്ന് വെച്ചോ, ഇതെൻ്റെ V2 എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്. ഓക്കെ, ഇതൊരു ഗ്രാഫാണല്ലേ. അപ്പം ഇവിടെ ഒരു വെർട്ടെക്സേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഡിഗ്രി എത്രയാണ്? 1 ആണ്. ഇതിൻ്റെ ഡിഗ്രിയോ 1 ആണ്. അതായത് ഇവിടെ M = 1 ആണ്. അതേപോലെ N = 1 ആണ്. ഇത് രണ്ടും എന്താണ്? ഓഡ് നമ്പേഴ്സ് അല്ലേ? അപ്പം നോട്ട് ഓയിലർ എന്ന് പറഞ്ഞൂടെ? നമ്മൾ പറഞ്ഞിട്ടില്ലേ ഓഡ് നമ്പറാണ് വരുന്നെങ്കിൽ ഓയിലർ അല്ല. ഡിഗ്രി വെച്ചിട്ടല്ലേ ഓയിലർ ആണോ അല്ലയോ നോക്കുന്നത്. ഇവിടെ ഓഡ് നമ്പേഴ്സ് ആണ്, അതുകൊണ്ട് ഓയിലർ അല്ല. അപ്പോൾ നോട്ട് ഓയിലർ. ഇനി അടുത്തൊരു ഗ്രാഫ് നോക്കിക്കേ. ഇപ്പം ഞാൻ ഇങ്ങനെ എടുക്കാം. ഈ സെറ്റിൽ 2 എലമെൻറ്റ്സ് ഉണ്ട്, ഇവിടെ 2 എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇതുമായിട്ട് റിലേഷൻ ഉണ്ട്. ഈ എലമെൻറ്റിന് അതേപോലെ ഇങ്ങനെ. ഓക്കെ, ഇതിൻ്റെ ഡിഗ്രി എത്ര? 2 ആണ്. ഇതിൻ്റെയോ 2 ആണ്. ഇവിടെയോ 2 ആണ്. ഇവിടെയും ഡിഗ്രി 2 ആണ്. ഇപ്പം M = 2 കിട്ടി, N = 2 കിട്ടി അല്ലേ? അതായത് M എന്ന് പറയുന്ന ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും 2 എനിക്ക് കിട്ടി, Nലെയും എനിക്ക് 2 തന്നെ കിട്ടി. ഇതെന്താണ്? ഓയിലറാണ്. കാരണം ഈവൻ ഡിഗ്രി ആയതുകൊണ്ട് എനിക്ക് ഓയിലർ ആണെന്ന് പറയാം. അടുത്തൊരു ഗ്രാഫിനെ ഇങ്ങനെ എടുക്കും. ഇവിടെ ഒരു 3 എലമെൻറ്റ്സ് എടുത്തു, ഇവിടെ അതുപോലെ ഒരു 3 എലമെൻറ്റ്സ് എടുത്തു. ഇതുമായിട്ട് റിലേഷൻ ഉണ്ട്. ഇതുമായിട്ട് എല്ലാവരുമായിട്ട് ഞാനൊരു കണക്ഷൻ കൊടുത്തു. ഇതെന്താണ്? ഓയിലറാണോ? നോക്കിയാൽ ഒരു വെർട്ടെക്സ് എടുത്താൽ തന്നെ അറിയാം ഇവിടെ എന്താണ്? 3 ആണല്ലേ ഡിഗ്രി 3 വന്ന എന്താണ്? ഓയിലർ അല്ല. അപ്പോൾ നോട്ട് ഓയിലറാണ്. അപ്പോൾ ഇവിടെ M എന്താണ്? M = 3 ആണ്, N = 3 ആണല്ലേ. അടുത്തൊരു ഗ്രാഫ് നോക്കിക്കേ. ഇവിടെ ഞാൻ 2 വെർട്ടെക്സ് എടുത്തു. ഇവിടെ ഞാനൊരു 3 വെർട്ടെക്സ് എടുക്കുക. എനിക്കിതാണ്ടേ ഇങ്ങനെ റിലേഷൻ പറഞ്ഞു. ഇവിടെ ഞാൻ ഇങ്ങനെയും പറഞ്ഞു. ഇതിൻ്റെ ഡിഗ്രി എത്രയാടാ? 3 അല്ലേ? ഇതിൻ്റെ ഡിഗ്രിയും 3 ആണ്. ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ ഇവിടെ M = എനിക്ക് എന്തെന്ന് പറയാം? M = 2 എന്നും N = 3 എന്ന് പറയാം. ഇനി എമ്മും എന്നും മനസ്സിലായോ? ഡിഗ്രി ആട്ടോ എഴുതിയേക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഞാനിവിടെ 2 വെർട്ടെക്സ് എടുത്തു. ഇവിടെ 3 വെർട്ടെക്സ് ആയതുകൊണ്ടാണ് എനിക്കിവിടെ ഈ 2 വെർട്ടെക്സ് ഉള്ളിടത്ത് ഡിഗ്രി 3 കിട്ടി. ഇനി ഞാൻ താണ്ടേ ഇവിടെ എനിക്ക് 3 വെർട്ടെക്സ് ഉണ്ടല്ലേ,
ഇവിടെ എനിക്ക് 2 വെർട്ടക്സേ ഉള്ളൂ. ഇവിടെ 2 വെർട്ടക്സ് ഉള്ളത് കൊണ്ട് എനിക്ക് ഈ ഓരോ വെർട്ടക്സിനും കണ്ടോ ഡിഗ്രി 2. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഈ 3 വെർട്ടക്സിൻ്റെ ഓപ്പോസിറ്റ് 2 വെർട്ടക്സ് നിൽക്കുന്നതുകൊണ്ട് ഈ ഓരോ വെർട്ടക്സിനും എനിക്ക് ഡിഗ്രി 2 കിട്ടി. ഇവിടെ ഇപ്പോൾ ഒരു 3 എണ്ണം ഉണ്ട്, ഇവിടെ 3 ഉണ്ടെങ്കിലോ അതാണ്ട് ഇവിടെ ഉണ്ട് കണ്ടോ, ഇവിടെ 3 വെർട്ടക്സ് ഉണ്ട്, ഇവിടെ 3 വെർട്ടക്സ് ഉണ്ടല്ലേ. അപ്പം ഈ ഓരോ വെർട്ടക്സിൻ്റെയും ഡിഗ്രി 3 ആയിരിക്കും. കാരണം എന്താ, ഓപ്പോസിറ്റ് 3 വെർട്ടക്സ് ഉണ്ടായുണ്ട്. അതേപോലെ ഇവിടെ നിൽക്കുന്ന വെർട്ടക്സിൻ്റെ ഡിഗ്രി എന്തായിരിക്കും, 3 ആയിരിക്കും. കാരണം എന്താ, ഇവിടെ ഓപ്പോസിറ്റ് 3 വരാനുള്ളത് അല്ലേ. അതേപോലെയാണ് അതാണ്ട് ഈ ഫിഗർ നോക്കിക്കേ, ഇവിടെ എന്താണ് ഡിഗ്രി 1 ആണ്. കാരണം ഓപ്പോസിറ്റ് ഒരു വെർട്ടക്സേ ഉള്ളൂ. ഇവിടുത്തെ ഡിഗ്രി 1 ആണ്, കാരണം ഓപ്പോസിറ്റ് ഒന്നല്ലേ ഉള്ളൂ. ഇവിടെ അതുപോലെ അല്ലേ, ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ഡിഗ്രീസും 2 കിട്ടി, ഇവിടുത്തെ ഡിഗ്രീസും 2 കിട്ടി അല്ലേ. അപ്പം നമ്മളൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഇനി ഈ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഈ സാധനത്തിൻ്റെ പ്രൂഫ് എഴുതേണ്ടത്. ഇതൊരു തീറമല്ലേ, അപ്പോൾ ഈ തീറത്തിൻ്റെ പ്രൂഫ് നമുക്ക് എഴുതി നോക്കാവേ. അപ്പോൾ പ്രൂഫിൽ ഞാൻ എഴുതുന്നത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് എഴുതുന്നത്. നമ്മൾ ആദ്യം പഠിച്ച തീറം എന്താണ്, എ കണക്റ്റഡ് ഗ്രാഫ്. ഒരു കണക്റ്റഡ് ഗ്രാഫ് എടുക്കുമ്പോൾ ഗ്രാഫ് ഈസ് ഓയിലർ. എപ്പോഴാണ് ഓയിലർ ആവുന്നത്, എല്ലാ വെർട്ടക്സസും ഈവൻ ആവുമ്പോൾ അല്ലേ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഓൾ വെർട്ടെക്സ് ആർ ഓഫ് ഈവൻ ഡിഗ്രി. ഇനി ഞാൻ ഓരോ കേസ് ആയിട്ട് എടുക്കുക. കേസ് 1 എന്ന് പറയുന്നത് എം എന്ന് പറയുന്നത്, അതായത് ഇഫ് എം ഓഡ് അതേപോലെ എന്നും ഓടാണെങ്കിൽ, ഫസ്റ്റ് കേസ് അതല്ലേ. നോക്കിക്കേ, എം 1 ആണ് എന്നും 1 ആണ്, അതായത് 2 ഓടല്ലേ. ഞാൻ ഇവിടെ എടുക്കുന്ന കേസുകൾ ഏതൊക്കെയാണ് ഞാൻ പറയാം. ഞാൻ കേസ് 1 ആയിട്ട് എടുക്കുന്നത് എം ഓട് എന്നും ഓട്. ഞാൻ കേസ് 2 ആയിട്ട് എടുക്കുന്നത് എം ഈവൻ എന്നും ഈവൻ. എൻ്റെ കേസ് 3 എന്ന് പറയുന്നത് എം ഈക്വൽ ഓഡ് എൻ ഈക്വൽ ടു ഈവൻ. അല്ലെങ്കിൽ തിരിച്ചും പറയാം, എം ഈസ് ഈക്വൽ ടു ഈവൻ എൻ ഈക്വൽ ടു ഓഡ്. അങ്ങനെ ഈ 3 കേസുകളാണ് ഞാൻ ഈ പ്രൂഫിൽ ഇപ്പോൾ പറയാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് കേസ് എന്താണ്, എമ്മും എന്നും ഓടാന്ന് പറയുന്ന കേസ്. അതാണ് ഇത് കണ്ടോ, എം ഈക്വൽ ടു 1 എൻ ഈക്വൽ ടു 1. സെക്കൻഡ് കേസ് എമ്മും എന്നും ഈവൻ ആവുന്ന കേസാണ്ടേ, ഈവൻ അല്ലേ രണ്ടും. തേർഡ് കേസ് എന്നാൽ എം ഓഡ്, അതാണ്ട് ഇത് എം ഓഡ് എന്നാണ് ഇവിടെ ഓഡ് എടുത്തേക്കുന്നത്, എൻ ഓഡ് എം ഈവൻ, അല്ലെങ്കിൽ എം ഓഡ് എൻ ഈവൻ, അങ്ങനെ ഒരു കേസ്. അങ്ങനെ ഈ 3 കേസാണ് നമ്മൾ ഈ പ്രൂഫിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇഫ് എം ഈക്വൽ ടു ഓഡ് എൻ ഈക്വൽ ടു ഓടാണ്. അങ്ങനെ ആവുമ്പോൾ കെ എം എൻ അതെന്താണ്, എൻ്റെ കംപ്ലീറ്റ് ബൈ പാർട്ടൈറ്റ് ഗ്രാഫ് അതെന്താണ്, ഒരു ഈസ് നോട്ട് ഓയിലർ എന്ന് എനിക്ക് പറയാം. കാരണം എന്താണ്, ഓഡ് വെർട്ടക്സ് ആണെങ്കിൽ ഓയിലർ അല്ലല്ലോ, സിൻസ് ഓൾ വെർട്ടക്സ് ആർ ഓഫ് ഓഡ് ഡിഗ്രി. കാരണം എന്താ, കെ എം എൻ നോട്ട് ഓയിലർ എന്ന് പറഞ്ഞു. ജസ്റ്റിഫൈ യുവർ ആൻസർ പറയുന്നില്ലേ, കാരണം എന്താണെന്ന് കൂടെ പറയണം. സിൻസ് ഓൾ വെർട്ടക്സ് ആർ ഓഫ് ഓഡ് ഡിഗ്രി അല്ലേ, ഓഡ് ഡിഗ്രി എന്ന് പറയാം. അത് കേസ് 1. ഇനി നെക്സ്റ്റ് കേസ് 2 എന്താണ്, കേസ് 2 എന്ന് പറയുന്നത് ഇഫ് എം ഈക്വൽ ടു ഈവൻ എൻ ഈക്വൽ ടു ഈവൻ. ഈവൻ ആണെങ്കിൽ നമുക്കറിയാമല്ലേ, നമ്മൾ ആദ്യത്തെ തീറോ അതല്ലേ പഠിച്ചത്, ഈവൻ ആണെങ്കിൽ ഓയിലർ. അപ്പോൾ കെ എം എൻ ഈസ് ആൻ ഓയിലർ ഗ്രാഫ് എന്ന് പറയാം. ഓൾ വെർട്ടെക്സ് ആർ ഓഫ് ഈവൻ ഡിഗ്രി. ഈവൻ ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് അത് എന്താണ്, ഒരു ഓയിലർ ഗ്രാഫ് എന്ന് പറയാം. കേസ് 3 എന്താണ് പറയുന്നത്, ഞാൻ കേസ് 3 എടുക്കുക. ഇഫ് എം ഈസ് ഈക്വൽ ടു ഈവൻ എൻ ഈക്വൽ ടു ഓഡ്, ഓർ എനിക്ക് എങ്ങനെ എഴുതാം, എം ഈസ് ഈക്വൽ ടു ഓഡ് എൻ ഈക്വൽ ടു ഈവൻ എഴുതാം അല്ലേ. അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്തോ പറയാം, ഇഫ് ഇൻ കെ എം എൻ വി നോ ദാറ്റ് നമുക്ക് എന്താ അറിയാവുന്നത്, എം വെർട്ടക്സ് ആണ് എടുക്കുന്നെങ്കിൽ എം വെർട്ടക്സിൻ്റെ ഡിഗ്രി എൻ ആയിരിക്കും അല്ലേ. എം വെർട്ടക്സ് വിൽ ഹാവ് എൻ ഡിഗ്രി അല്ലേ, ആൻഡ് എൻ വെർട്ടക്സ്
വിൽ ഹാവ് എം ഡിഗ്രി. അതായത് ഇവിടെ ഒരു 2 വെർട്ടെക്സ്, ഇവിടെ ഒരു 3 വെർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ ഈ വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഇവിടെ എത്ര വെർട്ടെക്സ് ഉണ്ടെന്ന് നോക്കിയാൽ മതി, 3 ആയിരിക്കും. അതാ എം വെർട്ടെക്സിന് n ഡിഗ്രി ആയിരിക്കും കാണുന്നത്. അതേപോലെ n വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്തായിരിക്കും, m ഡിഗ്രി ആയിരിക്കും. ദെയർഫോർ ഡിഗ്രി ഓഫ് വെർട്ടെക്സ് എന്താണ്, ഈവനും ഓടും വരാൻ ചാൻസ് ഉള്ളതല്ലേ. ദെയർഫോർ ഡിഗ്രി ഓഫ് വെർട്ടെക്സ് ഈസ് ബോത്ത് ഈവൻ ആൻഡ് ഓഡ് വരാം, നമുക്ക് ഈവൻ ആൻഡ് ഓഡ് വരാം. അതുകൊണ്ട് ഇതെന്താണ്, ഇറ്റ് ഈസ് നോട്ട് ആൻ ഓയിലർ ഗ്രാഫ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ആൻ ഓയിലർ ഗ്രാഫ്. therefore it is not an Euler graph. നോക്കിക്കേ, കേസ് 1 എന്താണ്, 2 ഓടാവുന്ന കേസ് വരുവാണെങ്കിൽ ഓയിലർ അല്ല, കാരണം ഓഡ് ഡിഗ്രീസിൽ എന്താണ് ഓയിലർ എല്ലാം നമ്മൾ പഠിച്ചു. അടുത്ത നോക്കിക്കുക, ഈവൻ, ഇത് നമ്മൾ പ്രൂവ് ചെയ്ത കാര്യമല്ലേ. അതായത് ഈവൻ ഡിഗ്രി ഉണ്ടെങ്കിൽ അത് ഒരു ഓയിലർ ഗ്രാഫ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ ഓയിലർ എന്ന് പറയാൻ പറ്റി. അടുത്ത കേസ് 3 ഓടും ഈവനും വരിക. അവിടെ ഈ ഓടെന്ന് പറയുന്ന കണ്ടീഷൻ വന്നതുകൊണ്ട് തന്നെ എന്തായി, അത് ഓയിലർ ഗ്രാഫ് അല്ലാണ്ടായി അല്ലേ. അപ്പം ഏത് കണ്ടീഷനിൽ മാത്രമേ ഓയിലർ ആവുന്നുള്ളൂ, കേസ് 2 മാത്രമേ ഈ ഒരു ഗ്രാഫ് ഓയിലർ ആവുന്നുള്ളൂ.